അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ. സൂറത്തുൽ മാഊനിലെ ആയത്തുകളെ കുറിച്ചാണ് നാം മനസ്സിലാക്കി വരുന്നത്. അതിലെ ആദ്യ 4 ആയത്തുകളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചെറിയ രൂപത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്നതിൻ്റെ 5, 6, 7 വചനങ്ങളെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തുൽ മാഊനിലെ അവസാന ഭാഗമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ഈ സൂറത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്, ഇത് കാപട്യത്തിൽ നിന്ന്, നിഫാഖിൽ നിന്ന് മോചനം നൽകുന്ന സൂറത്താണെന്നാണ്. അള്ളാഹുവിനോടുള്ള കടമയാണ് ഇബാദത്ത്. ആ കടമയും സൃഷ്ടികളോടുള്ള കടമയാണ് ഖിദ്മത്ത് അഥവാ സേവനം. എങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുന്നു എന്ന് ഈ സൂറത്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ അധ്യായത്തിലെ 5-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അവർ തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധാലുക്കളായവരാണ്. ആയത്തിൽ പ്രതിപാദിച്ച ഒരു വാക്കാണ് സാഹൂൻ. സാഹൂൻ എന്ന് പറഞ്ഞാൽ അശ്രദ്ധരായവർ. നിസ്കാരം അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കാതെ അനാവശ്യമായി വൈകിപ്പിക്കുന്നവർ അഥവാ സമയത്തോടുള്ള അശ്രദ്ധ കാണിക്കുന്നവർ. അതുപോലെ നമസ്കാരത്തിൽ നിൽക്കുമ്പോഴും മനസ്സ് ഭൗതികമായ കാര്യങ്ങളിൽ, ദുനിയാവിലെ വിഷയങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരവസ്ഥ. അത് ഹൃദയത്തിന്റെ അസാന്നിധ്യമാണ്. നമസ്കാരം പൂർണ്ണമായി ഉപേക്ഷിക്കുന്നവരല്ല ഇവിടെ ഉദ്ദേശം, മറിച്ച് നിസ്കാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ അതിനെ നിസ്സാരമായി കാണുന്നവർ. ഫീ സ്വലാത്തിഹിം, നമസ്കാരത്തിൽ എന്നല്ല, മറിച്ച് അൻ സ്വലാത്തിഹിം എന്നാണ് പറഞ്ഞത്. നമസ്കാരത്തെ കുറിച്ച് എന്നാണ്. ഫീ സ്വലാത്തിഹിം എന്നല്ല അള്ളാഹു ഉപയോഗിച്ചത്, അൻ സ്വലാത്തിഹിം എന്നാണ്. ഫീ സ്വലാത്തിഹിം എന്നാകുമ്പോൾ നമസ്കാരത്തിൽ എന്നാണ്. പക്ഷേ ഖുർആന്റെ പ്രയോഗം അൻ സ്വലാത്തിഹിം, നമസ്കാരത്തെ കുറിച്ച് അവർ അശ്രദ്ധരാണ്. ഇത് വിശ്വാസികൾക്ക് വലിയൊരു ആശ്വാസമാണ്. കാരണം നമസ്കാരത്തിനിടയിൽ മനസ്സ് മാറുന്നത് അത് മനുഷ്യ സഹജമായി ഉണ്ടാകുന്നതാണ്. ഭൂരിഭാഗം പേർക്കും അത് ഉണ്ടാകാറുണ്ട്. എന്നാൽ നമസ്കാരത്തെ മൊത്തത്തിൽ അവഗണിക്കുന്നതാണ് കുറ്റകരം. അടുത്ത വചനം ഇങ്ങനെയാണ്, അല്ലദീനഹും യുറാഊൻ. അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അഥവാ റിയാ, പ്രകടനപരത എന്ന് പറയും. ഇവർ നമസ്കരിക്കുന്നത് അള്ളാഹുവിനെ പേടിച്ചിട്ടല്ല, മറിച്ച് ആളുകൾ ഞങ്ങളെ നല്ലവൻ എന്ന് വിളിക്കാൻ വേണ്ടിയാണ്. എന്തുകൊണ്ട്? ഏകാന്തനായിരിക്കുമ്പോൾ, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഇത്തരക്കാർ നമസ്കരിക്കില്ല. എന്നാൽ ജനങ്ങൾക്കിടയിലായാൽ വളരെ ഭക്തിയോടെ നമസ്കരിക്കുകയും ചെയ്യും. ഇത് കാപട്യത്തിന്റെ അടയാളമാണ്. അവസാനമായി ഒരു വിഷയം കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. യംനഊനൽ മാഊൻ, അവർ മാഊൻ തടയുന്നവരാണ്. എന്താണ് മാഊൻ എന്ന് പറഞ്ഞാൽ? ചെറു സഹായങ്ങളൊക്കെ അവർ തടയും. അപ്പോൾ സക്കാത്ത് നൽകാതിരിക്കുക, അയൽവാസികൾക്കും മറ്റും നിത്യജീവിതത്തിൽ ആവശ്യമായ ചെറിയ വസ്തുക്കൾ, ഉദാഹരണമായി പറഞ്ഞാൽ ഈ അധ്യായത്തിന്റെ തഫ്സീറിൽ കാണാം, ഉപ്പ്, വെള്ളം, പാത്രങ്ങൾ, മഴു പോലെയുള്ള അത്യാവശ്യമായ ചെറിയ ചെറിയ വസ്തുക്കളും സാധനങ്ങളും ചോദിക്കുമ്പോൾ അത് നൽകാതിരിക്കുക. ഈ അധ്യായത്തിൽ നിന്നും നാം മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു പോയിന്റ്, അള്ളാഹുവിനോടുള്ള ആരാധനയിൽ
വീഴ്ച വരുത്തുന്നവൻ, നിസ്കാരം പോലെയുള്ള ആരാധനാ കർമ്മങ്ങളിൽ വീഴ്ച വരുത്തുന്നവൻ തീർച്ചയായും സൃഷ്ടികളോടുള്ള കരുണയിലും സഹായത്തിലും വീഴ്ച വരുത്തും. പ്രകടനപരതയെക്കുറിച്ച് അഥവാ റിയാഇനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഒരു മുന്നറിയിപ്പുണ്ട്. ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗറു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ചെറിയ ഷിർക്കിനെയാണ്. ഖാലു, അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, വമശ്ശിർകുൽ അസ്ഗറു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരെ എന്താണ് ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ? ഖാല അരിയാഉ, നബി തങ്ങൾ പറഞ്ഞു, അത് റിയാ ആണ്, അഥവാ പ്രകടനപരതയാണ്. ഈ അധ്യായം നമുക്ക് നൽകുന്ന ചില ഗുണപാഠങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ നമസ്കാരം കേവലം വ്യായാമമാകരുത്, അത് ഹൃദയത്തിൽ നിന്നുള്ളതാവണം. രണ്ട്, നാം ചെയ്യുന്ന ഏതൊരു നന്മയും അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം, ജനങ്ങളെ കാണിക്കാനാവരുത്. മറ്റൊന്ന്, വലിയ ദാനധർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അയൽവാസിക്ക് ഒരു ചെറിയ സഹായം ചെയ്യുന്നത് പോലും വലിയ ഇബാദത്താണ്. അത് തടയുന്നത് പാരത്രികമായ നാശത്തിന് കാരണമായേക്കും. അതിനാൽ അള്ളാഹു നമ്മുടെ നമസ്കാരങ്ങൾ സ്വീകരിക്കുകയും നമ്മെ കാപട്യത്തിൽ നിന്ന്, റിയാ പോലെയുള്ള കർമ്മങ്ങളെ നഷ്ടപ്പെടുത്തുന്ന അപകടകാരികളായ വിഷയങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.